സൂര്യവംശ രാജാവായിരുന്നു ദശരഥൻ. ഒരേ സമയം രഥത്തെ 10 ദിക്കിലേക്ക് നീക്കാൻ കഴിവുള്ളവനെന്നാണ് ദശരഥന്റെ അർത്ഥം. അദ്ദേഹത്തിന് കൗസല്യ, സുമിത്ര, കൈകേയി എന്നിങ്ങനെ 3 ഭാര്യമാരുണ്ടായിരുന്നു. ഇതിൽ കൗസല്യയിൽ ദശരഥന് പുത്രനായി രാമനും, കൈകേയിയിൽ പുത്രനായി ഭരതനും, സുമിത്രയിൽ പുത്രന്മാരായി ശത്രുഘ്നനും ലക്ഷ്മണനും അടക്കം 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. പ്രായാധിക്യത്താൽ ക്ഷീണിതനായ രാജാവ് അടുത്ത കിരീടാവകാശിയായി ശ്രീരാമനെ പ്രഖ്യാപിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. എന്നാൽ ഇതൊന്നും കൈകേയിക്ക് ഇഷ്ടമാകുന്നില്ല. ഒരിക്കൽ അസുരന്മാരുമായുണ്ടായ യുദ്ധത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ രഥചക്രത്തിൻ്റെ ആണി ഊരിപ്പോയി. അത് കണ്ട കൈകേയി ആ ആണിപ്പഴുതിൽ തൻ്റെ വിരൽ കടത്തി ചക്രം ഊരിപ്പോകാതെ തടഞ്ഞു. ആ യുദ്ധത്തിൻ്റെ അവസാനം വരെ അവൾ അങ്ങനെ തന്നെ നിന്നു. യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു. യുദ്ധം കഴിഞ്ഞ് തിരികെ ഇറങ്ങിയ രാജാവ് തൻ്റെ ജീവൻ രക്ഷിച്ചതിന് കൈകേയിക്ക് 2 വരങ്ങൾ കൊടുത്തു. ആ വരങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ആവശ്യപ്പെട്ടോളാനും ദശരഥൻ കൈകേയിയെ അനുവദിച്ചു. ശ്രീരാമ പട്ടാഭിഷേകം അറിഞ്ഞ് അസ്വസ്ഥയായിരുന്നു കൈകേയി. തൻ്റെ തോഴിയും ഏഷണിക്കാരിയുമായ മന്ദരയുടെ ഉപദേശങ്ങൾ കേട്ട് പണ്ട് തനിക്ക് തന്ന 2 വരങ്ങളെക്കുറിച്ച് കൈകേയി ദശരഥനെ ഓർമ്മിപ്പിച്ചു. ഭരതനെ അയോധ്യയുടെ രാജാവാക്കണമെന്നും രാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടു. പിതാവിൻ്റെ വാക്ക് പാലിക്കപ്പെടാൻ ശ്രീരാമൻ സ്വയം വനവാസം തിരഞ്ഞെടുത്തു. ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കലി പൂണ്ടുവന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതാണ് പാഠഭാഗം. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് കാലാതീതം കാവ്യവിസ്മയം. ഇതിലെ ആദ്യത്തെ കവിതയാണ് ലക്ഷ്മണ സാന്ത്വനം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി. ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ. അപ്പോൾ ഈ കവിതയിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഉപദേശങ്ങളും ഒക്കെയാണ് ഈ കവിതയിലുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കവിത വായിക്കാം, അതിനുശേഷം വരികളുടെ അർത്ഥത്തിലേക്ക് പോകാം. വത്സാ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ, യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസുമൂർക്ക നീ. വന്യസന്തപ്ത ലോകസ്ഥാംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരുദ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം, അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഹേ. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്നാം റേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളുന്നത് ധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്കെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക്
മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈക ഹൃന്തിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ മേകാന്ത ചേതസ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയായുള്ളൊന്നതിൽ ക്രോധമറികടോ. മാതാപിതൃഭാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. അധ്യാത്മരാമായണം കിളിപ്പാട്ട്.